അലി റളിയല്ലാഹു അൻഹു പറയുന്നു, സിഫീൻ യുദ്ധത്തിന്റെ രാത്രിയും ഈ 100 ദിക്റും ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അന്ന് തങ്ങൾ ഞങ്ങളെ കിടപ്പറയിൽ വന്ന് പഠിപ്പിച്ചു തന്ന ദിക്ർ ഒരൊറ്റ രാത്രിയിലും വിട്ടിട്ടില്ല. അതാണ് മുസ്ലിമിന്റെ ഉറക്കം. അതാണ് ഉറങ്ങുന്ന സമയത്ത് പൂർണ്ണമായ മുസ്ലിം ആകണമെന്ന് പറഞ്ഞത്. ഒന്നുകൂടി ഞാൻ ആ വിഷയത്തിൽ ചേർത്തി പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ അത്തഹിയാത്ത് പഠിപ്പിക്കും പോലെ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. അത്തഹിയാത്ത് പഠിപ്പിക്കും പോലെ എന്ന് പറഞ്ഞാല് അത്തഹിയാത്ത് പഠിപ്പിച്ചിട്ട് പിറ്റേന്ന് വന്നപ്പോ നബി തങ്ങൾ ചൊല്ലിക്കുകയാണ്. മദ്രസയിലെ ഉസ്താദുമാര് നമ്മളെ ചൊല്ലിച്ചിരുന്നില്ലേ? അത്തഹിയാത്ത് ലഫ്ളൻ ബിലഫ്ള് ചൊല്ലിക്കുകയാണ്. കാരണം അത്തഹിയാത്തിലെ വാചകങ്ങൾ വിട്ടുപോകാൻ പറ്റൂലല്ലോ. ഇതുപോലെ ഞങ്ങളെ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞ് അന്ന് രാത്രി നീ എങ്ങാനും മരിച്ചാൽ ഫൈദാ മിത്ത ഫീ തിൽക്കൽ ലൈല മിത്ത അലൽ ഫിത്റാ, നീ ഇസ്ലാമിന്റെ വിശുദ്ധിയിൽ മരണപ്പെടും. കലിമ ചൊല്ലി മരിക്കാൻ കഴിയും, ഈമാനോടെ മരിക്കാൻ കഴിയും. അല്ല, നീ രാത്രി മരിക്കുന്നില്ല, രാവിലെ നേരം വെളുക്കുകയാണ്. നേരം വെളുക്കുമ്പോ നിനക്ക് നന്മ എത്തിക്കാൻ കഴിയും. നിന്റെ ജോലിക്ക് നിനക്ക് ഖൈറുണ്ട്, നിന്റെ വീട്ടിൽ നിനക്ക് ഖൈറുണ്ട്, ഭാര്യയിൽ നിനക്ക് ഖൈറുണ്ട്, സമ്പത്തിൽ നിനക്ക് ഖൈറുണ്ട്, സന്താനത്തിൽ ഖൈറുണ്ട്, എന്ത് ഏർപ്പാടിലും ഖൈറുണ്ട്. അങ്ങനെ നീ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅതു വഗ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബിക അല്ലദീ അൻസൽത വനബിയ്യിക അല്ലദീ അർസൽത അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക. അവസാനം ചൊല്ലിയ ഈ അല്ലാഹുമ്മ തൊട്ടുള്ളത് 3 വട്ടം ചൊല്ലണം. അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക. അത് മാത്രം 3 വട്ടം ചൊല്ലണം, ബാക്കിയൊക്കെ ഒരൊറ്റ വട്ടം. അങ്ങനെയാണ് ഹദീസിന്റെ റിപ്പോർട്ടുകൾ ഉള്ളത്. ഈ ദിക്ർ ചൊല്ലാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വഹാബത്തൊക്കെ ചൊല്ലി പഠിപ്പിച്ച് പിറ്റേന്ന് വന്നപ്പോ ഒരു സ്വഹാബി, സ്വഹീഹ് ബുഖാരിയിൽ കാണാം, ഒരു സ്വഹാബി ആ ദിക്റിന്റെ ഒരു കലിമത്ത് മാറ്റി ചൊല്ലി. വനബിയ്യികല്ലദീ അർസൽത എന്നുള്ളടത്ത് വറസൂലിക്കാന്ന് ചൊല്ലി. നബി എന്ന വാചകത്തിനേക്കാളും കൂടുതൽ അർത്ഥമുള്ള വാചകമാണ് റസൂൽ എന്നുള്ള വാചകം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് പറ്റൂല, ഞാൻ ചൊല്ലിയ ദിക്ർ എങ്ങനെയാണോ അങ്ങനെ തന്നെ ചൊല്ലണം. വനബിയ്യികല്ലദീ അർസൽത കിതാബന്തു ബികിതാബികല്ലദീ അൻസൽത വനബിയ്യികല്ലദീ അർസൽത. നബി തന്നെ ചൊല്ലണം, റസൂലും ചൊല്ലിയാ പറ്റൂല. നിങ്ങൾ നോക്കി, ഇതൊക്കെ ചൊല്ലി ഉറങ്ങുന്ന ഒരാളാണ് ശരിക്ക് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഉറക്കത്തിൽ ഇസ്ലാം പാലിച്ചാണ്. ഉറങ്ങാൻ കിടക്കാൻ ഒന്നുമില്ല, മിസ്വാക്കുമില്ല, ഭക്ഷണം കഴിച്ച് ശരിക്ക് പല്ലും കൂടി തേച്ചില്ല, കൊപ്പിടിച്ചുകൊണ്ടില്ല, നേരെ പോയി എല്ലാം പൂർത്തിയാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചിട്ടപ്പെടുത്തി ഉറങ്ങുന്ന റൂം നല്ല വിസർജിക്കുന്ന റൂം പോലെ അകത്ത് ഉറങ്ങുന്ന റൂം നല്ല വൃത്തിയും നല്ല അത്തറും തേച്ച് നല്ല സന്തോഷമുള്ള വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് കിടക്കണം. എന്നും വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. ഈങ്ങിച്ചടച്ച് വാസനിക്കുന്ന വസ്ത്രമല്ല. പുതപ്പ്, വിരിപ്പ്, തലയിണ ഇതൊക്കെ എന്നും 3 പ്രാവശ്യം കൊടയണം. സുന്നത്താണ്. കട്ടിലിടേണ്ടതും ഖിബില ഭാഗത്തേക്കായി റെഡിയാക്കണം, അതും സുന്നത്താണ്. അത്തർ തേച്ച് കിടക്കണം. കിടക്കുമ്പോൾ തന്നെ കിടക്കത്തിന്റെ തുടക്കത്തിലുള്ള രൂപം ശരിയാക്കി കിടക്കണം. ഒന്നും മാറാൻ പറ്റില്ല. രാവിലെ എണീറ്റ ഉടനെ തന്നെ ദിക്ർ ചൊല്ലി അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. കിട്ടാത്തവർ അൽഹംദുലില്ലാഹ് എങ്കിലും ചൊല്ലിയിട്ട് പിന്നെ ആദ്യം എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹ് പിന്നെ ആദ്യം എന്താ ചെയ്യാ? ദിക്റില്ലേ പിന്നെ ആദ്യം എന്താ ചെയ്യാ? മൂത്രിക്കാൻ പോലെ അല്ലേ? നമ്മുടെ മൂത്രിക്കരുമില്ല ആരും. ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്വഭാവം അങ്ങനെ പെട്ടെന്ന് നമ്മൾ മൂത്രിക്കാം, അല്ലെങ്കിൽ വിസർജന സ്ഥലത്തേക്ക്. ചില ആൾക്കാർ വെള്ളം കുടിക്കും. എണീറ്റ ഉടനെ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കൈ 3 പ്രാവശ്യം കഴുകണം. ഇത് വുളൂഇന്റെ സുന്നത്തല്ല, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സുന്നത്താണ്. 2 കൈ 3 പ്രാവശ്യം കഴുകണം.
3 പ്രാവശ്യം വായിൽ വെള്ളം കൊപ്പിക്കണം, 3 പ്രാവശ്യം മുഖം കഴുകണം. എന്നിട്ടാണ് ബാത്റൂമിലേക്കും തണ്ടാസിലേക്കും വിസർജന സ്ഥലത്തേക്കൊക്കെ പോകണ്ടേ. എന്തേ അങ്ങനെ പറയാൻ കാരണം? എന്തിനാ ആദ്യം തന്നെ കൈ കഴുകണമെന്ന് പറയാൻ കാരണം? രാത്രി എവിടെയാണ് ഈ 2 കൈകൾ രാപ്പാർത്തത് എന്ന് ഉറങ്ങിയാക്ക് അറിയില്ല. നിങ്ങൾക്കൊക്കെ അങ്ങനെ എന്റെ കൈ എവിടെയോ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു CCTV-ന്റെ ചെറിയൊരു ക്യാമറ രാവിലെ എടുത്ത് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നിങ്ങൾ പറയും ഈ നാട്ടിൽ ഏറ്റവും വലിയ സർക്കസ് ഏറെ ഞാൻ തന്നെ എന്ന് പറയും. കാരണം കൈകൊണ്ട് ചൊറിയാത്തൊരു സ്ഥലം ഉണ്ടാവില്ല, കളിക്കാത്തൊരു കളി ഉണ്ടാകൂല. ഏത് വീർക്കുന്നിടത്തും ചൊറിഞ്ഞിട്ടുണ്ടാകും, പേനരിക്കുന്നിടത്തും ആന്തിയിട്ടുണ്ടാകും, കേല ഒലിക്കുന്നത് തുടച്ചിട്ടുണ്ടാകും, എല്ലാം ചെയ്തിട്ടുണ്ടാകും. അസ്പൃശ്യതകൾ നിറഞ്ഞ കൈയാണ്. ആ കൈ കൊണ്ട് മനോഹരം ചെയ്തുകൂടാ. ആ കൈ കഴുകാതെ തന്നെ ആ കൈ കൊണ്ട് വെള്ളമെടുത്ത് മിസ്വാക്ക് നനച്ച് ബ്രഷ് ചെയ്തുകൂടാ. ഇതൊക്കെ ആരോഗ്യ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഏറ്റവും വലിയ ആരോഗ്യശാസ്ത്രം പഠിപ്പിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത് 3 പ്രാവശ്യം കൈ കഴുകണം, 3 പ്രാവശ്യം കൊപ്പിക്കണം, 3 പ്രാവശ്യം മുഖം കഴുകണം. ആ സുന്നത്ത് ശരിക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ശേഷമാണ് നമ്മൾ മൂത്രമൊഴിക്കാൻ പോകേണ്ടത്. മുഖം കഴുകാതെ മൂത്രമൊഴിക്കാൻ പോയാൽ എന്താകും? നമ്മളെ നാട്ടിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് വാതിലൊക്കെ അടച്ചിട്ടാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂർക്കം വലി അവിടുന്ന് കേൾക്കും. മൂത്രമൊഴിക്കാതിരിക്കുന്നിടത്ത് അവിടുന്ന് ഉറങ്ങുന്നുണ്ടാവും. അവിടുന്ന് എങ്ങാനും ഉറങ്ങിയാല് ഒരു തുള്ളി മൂത്രത്തിൽ തന്നെ എത്ര അണുക്കളാണുള്ളത്. അതങ്ങനെ തന്നെ വലിച്ചു കയറ്റി നേരെ തലച്ചോറിലേക്ക് കൂർക്കം വലിന്റെ വലിയിൽ അങ്ങനെ കയറിപ്പോകും. അപ്പൊ അവിടെ നല്ല തെളിവോടെ ഇരിക്കണം. മറ്റൊന്ന് നജസ് എവിടൊക്കെ ആയി എന്നൊരു കൊടുത്തുണ്ടാവൂല. മുഖം കഴുകാതെ പോയിരുന്നാൽ മൂത്രമൊഴിച്ചത് എവിടൊക്കെ ആയി, എവിടൊക്കെ കഴുകി ഒരു കൊടുത്തും ഉണ്ടാവില്ല. അപ്പൊ നല്ല ഉണർവ് വേണം മൂത്രമൊഴിക്കുന്ന ആൾക്ക്, വിസർജിക്കുന്ന ആൾക്ക്. ഈ 3 സുന്നത്തുകളും ചെയ്ത ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അതിനോട് എതിർക്കാൻ പാടില്ല. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ അയാളെ മുന്നിൽ ഒരാൾ ഓതിക്കൊടുത്ത് രാവിലെ എണീറ്റാല് 2 കൈയും കഴുകണം. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ കൈ ഞാൻ കഴിക്കൂല, എന്റെ കൈ എവിടെ എനിക്ക് അറിയുന്ന. അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിനെ തിരസ്കരിച്ചു. അതിനെ യുക്തി കൊണ്ട് ചോദ്യം ചെയ്തു. എന്റെ കൈ എവിടെയാണെന്ന് എനിക്കറിയും, അതുകൊണ്ട് ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞ മനുഷ്യൻ പിറ്റേന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോ ഒരു സുന്നത്തിനെയും എതിർക്കരുത് മുസ്ലിങ്ങളെ. ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും സുന്നത്തിനെ എതിർക്കരുത് കേട്ടോ. നിങ്ങൾ ചെയ്യുന്നവരല്ലെങ്കിലും ലാഘവത്തോടെ കാണരുത് കേട്ടോ. അതിന്റെ പ്രതിഫലം, അതിന്റെ പ്രതികാരം അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിനോട് എതിർക്കുന്നതിന്റെ പ്രതികാരം അപ്പോൾ തന്നെ കിട്ടുമെന്നല്ലേ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, നബി തങ്ങളെ കൽപ്പനയ്ക്ക് ധിക്കാരം ചെയ്യുന്ന ആളുകൾ അവര് സൂക്ഷിച്ചോളണം. അൻ തുസീബഹും ഫിത്ന, ജീവിതം താറുമാറായി പോകും, ജീവിതത്തിൽ പരീക്ഷണം വന്നു പോകും, മക്കളിൽ പരീക്ഷണം വന്നു പോകും, സമ്പത്തിൽ പരീക്ഷണം വന്നു പോകും. ഔ യുസീബഹും അദാബുൻ അലീം. ഇവിടെ മാത്രമല്ല, പരലോകത്ത് കടുത്ത വേദനിപ്പിക്കുന്ന ശിക്ഷ വരും. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ കൽപ്പിച്ചതിന് എതിര് ചെയ്യാൻ പാടില്ല, എതിര് പറയാൻ പാടില്ല. നിനക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു സുന്നത്തിനെയും എതിർത്തുകൂടാ. അതിന്റെ ഭൗതികമായ വീക്ഷണം വെച്ചുകൊണ്ട് നീ ചോദ്യം ചെയ്തുകൂടാ. അത് യുക്തിഭദ്രമല്ലെന്ന് പറഞ്ഞുകൂടാ. നിന്റെ ബുദ്ധിക്കൊരു പക്ഷേ യോജിക്കുന്നില്ലെങ്കിലും അങ്ങനെ ഒരു സുന്നത്തുണ്ടെന്നുള്ളത് നീ അങ്ങ് അംഗീകരിച്ചോളണം. കാരണം ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ, ഏറ്റവും വലിയ ജ്ഞാനി, ഏറ്റവും വലിയ ഇൽമുള്ള ആള്, ഏറ്റവും വലിയ അമലുള്ള ആള് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യത്തെ നിന്റെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് അളക്കാനും ചോദ്യം ചെയ്യാനും അവകാശമില്ല. നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും അറിവുള്ള ആള് ഞാനാ.
അധികം പേടിച്ച ആള് ഞാനാണ്. അപ്പൊ ആ നബിതങ്ങളെ വാക്കും പ്രവൃത്തിയും ചോദ്യം ചെയ്യാൻ പറ്റൂല, എതിർക്കാൻ പറ്റൂല. അങ്ങനെ കണ്ടില്ലേ നിങ്ങൾ? എതിർത്തവരൊക്കെ കുടുങ്ങിയത് കണ്ടില്ലേ? ഞാൻ ആരെയും പേര് ശരിയാക്കി പറയുന്നില്ല. നബിതങ്ങൾ പറഞ്ഞ സുന്നത്തിനെ എതിർത്ത ആൾക്കാർ പലരും ഇപ്പൊ കൂട്ടിലായി പോയി. അങ്ങനെ കൂട്ടിലായി പോയി. മുമ്പ് ആള് ഉറുദുവിലൊക്കെ പ്രസംഗിക്കണ ആളാണ്. അയാൾ മുമ്പ് പ്രസംഗിച്ച് ഒരിക്കൽ പറഞ്ഞു അയാളിപ്പോ കൂട്ടിലാണ്. അയാൾക്കിപ്പോ പല രാജ്യത്തേക്കും പോകാൻ കഴിയില്ല, കോടതി വിലക്കാണ്. അയാൾ മുമ്പൊക്കെ പ്രസംഗിച്ചപ്പോൾ അയാൾ ഉറുദുവിൽ പ്രസംഗിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഉറുദുക്കാരനാണ്. അയാൾ പറഞ്ഞു 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നേതാവിന്റെ ജീവിത ശൈലിയൊന്നും ഈ കാലത്ത് നമ്മൾ പിൻപറ്റുന്നതിന് ഒരു യോജിപ്പില്ല. ഒരു ചെറിയ ബുദ്ധിയുള്ള മനുഷ്യൻ പറയും, ഒരു അമുസ്ലിം പറയൂല, ഒരു ഹൈന്ദവ സഹോദരനും ക്രൈസ്തവനും പറയൂല. മുസ്ലിം പേരുള്ള ഒരാൾ പറഞ്ഞതാണത്. അയാൾക്ക് ഫിത്ന വന്നുപോയി. ലോകത്തൊട്ടാകെ നടന്നിട്ട് ആൾക്കാർ ഇസ്ലാമിലേക്ക് കൊണ്ടിരുന്ന ആളെന്നാ പറഞ്ഞത്. അയാൾക്ക് വിലക്ക് വന്നുപോയി. അങ്ങോട്ടും പോകാൻ പറ്റൂല. അങ്ങോട്ട് വാലും പിടിക്കും, ഇങ്ങോട്ട് വാലും പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരനായി ചിത്രീകരിച്ച ഒരാളുണ്ട്. ആൾ പറ്റ കുടുങ്ങിപ്പോയി. അതൊരു മലയാളിയാണ്, മറ്റേത് മലയാളിയല്ല. നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ വലിയൊരു ഫിത്നയാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ വലിയ പരീക്ഷണം വരുമെന്ന്. ഈ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിനെ എതിർത്തപ്പോ കണ്ടോ നിങ്ങൾ കിട്ടിയ അദാബ് ചില്ലറയല്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, രാവിലെ എണീറ്റ് നോക്കുമ്പോ എന്റെ കൈ എവിടെയാണെന്ന് എനിക്കറിയുമെന്ന് പറഞ്ഞ ആളില്ലേ, അയാളെ 2 കൈയും മുട്ടിന്റെ ഭാഗം വരെ പിൻദ്വാരത്തിലൂടെ കേറിപ്പോയിട്ടുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഒരു സുന്നത്തിനെയും കൊച്ചാക്കരുത്, ഒരു ആമിനെയും മികർത്തരുത്, ഒരു മുത്തല്ലിമിനെ പോലും നിസ്സാരവൽക്കരിക്കരുത്. ദ്വാരക്കാൻ അറിയാത്ത ഒരു മുത്തല്ലിമാണെങ്കിലും ആ മുത്തല്ലിമ് ഫഅല പഠിച്ചു തുടങ്ങുന്ന മുത്തല്ലിമാണ്, ശരിക്കും ബാലപാഠം പഠിച്ചു തുടങ്ങുന്ന മുത്തല്ലിമാണ്. ആ മുത്തല്ലിമിന്റെ മഹത്വം പോലും നമുക്കാർക്കുമില്ലല്ലോ. എതിർത്തിട്ട് നമ്മളതാ ഫിത്ന വാങ്ങി പോകരുത്. അവരെ ബഹുമാനിക്കണമെന്ന് ലോകത്ത് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സഹോദരങ്ങളെ, നബി തങ്ങളെ സുന്നത്തിനെ എതിർക്കാൻ പറ്റൂല, അതിനെ കൈയൊഴിക്കാൻ പാടില്ല. അപ്പൊ ആ മനുഷ്യനോട് ജനങ്ങളൊക്കെ ചോദിച്ചു, ഇപ്പൊ മനസ്സിലായോ കൈ കൈകണോ കൈകണ്ടേ? ഇനി കൈകണ്ടാന്ന് പറയില്ലല്ലോ, കാരണം കൈ എങ്ങോട്ടെല്ലാം കയറി പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിച്ചിരിക്കുന്ന ഒരു മുഅ്ജിസത്താണത്. അവിടുത്തെ സുന്നത്തിന്റെ കറാമത്താണ്, അവിടുത്തെ നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. ഒരു സുന്നത്തിനെയും എതിർക്കാൻ പാടില്ല. സുന്നത്ത് സ്വീകരിച്ച്, ഫർളിന്റെ കൂടെ സുന്നത്ത് സ്വീകരിച്ച് ജീവിതത്തിൽ നമ്മൾ പൂർണ്ണ മുസ്ലിങ്ങളാകണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഭക്ഷണം കഴിക്കുന്നിടത്ത് പൂർണ്ണ മുസ്ലിങ്ങളാകണം.